നമസ്കാരം. ഹരി ഓം. മഹാശിവരാത്രി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ശിവരാത്രി 2019 ആണ്ട് മാർച്ച് മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണ്. കൊല്ലവർഷം 1194 ആണ്ട് കുംഭമാസം 20-ാം തീയതി. തിങ്കളാഴ്ചയും ശിവരാത്രിയും ഒത്തുചേർന്ന് വരുന്നത് അതിവിശേഷമാണ്. ശിവപ്രീതികരമായ വാരമായ തിങ്കളാഴ്ചയും മഹാശിവരാത്രിയും ഒരുമിച്ച് വരുന്ന പുണ്യദിനമാണ് ഈ വർഷത്തെ ശിവരാത്രി എന്ന പ്രത്യേകതയും ഉണ്ട്. ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് സർവപാപഹരവും സർവാഭീഷ്ടപ്രദവും സർവൈശ്വര്യകരവുമാണ്. ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ദിവസവും ഇതുതന്നെയാണ്. ബ്രാഹ്മണശാപം, ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം. ശിവരാത്രിയുടെ പിന്നിലുള്ള കഥയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പരാമർശിക്കാം. പാലാഴി മഥന സമയത്ത് വാസുകിയുടെ വായിൽ നിന്നും അത്യുഗ്രമായ ഒരു വിഷം പുറത്തേക്ക് വന്നു. ഹലാഹലം എന്നാണ് ആ വിഷത്തിൻ്റെ പേര്. ആ വിഷം ലോകത്ത് പതിച്ചാൽ ലോകനാശമാണ് ഫലം. അതുകൊണ്ട് ഭഗവാൻ ലോകനാശകാരകമായ വിഷം ലോകരക്ഷാർത്ഥം സ്വന്തം കയ്യിൽ എടുത്ത് പാനം ചെയ്തു. വിഷം അകത്തു പോയാൽ ഭഗവാന് ദോഷമാകുമല്ലോ എന്ന് കരുതി പാർവതീദേവി ശിവന്റെ കഴുത്ത് ഞെരുക്കി പിടിച്ചു. ആ വിഷം പുറത്തേക്ക് പോയി ലോകത്തിന് നാശമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു വായയും അടച്ചു പിടിച്ചു. മറ്റു ദേവന്മാരൊക്കെ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറഞ്ഞുകൂടി നീലവർണ്ണമായിട്ട് മാറി. അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ഉണ്ടായത്. അന്ന് പാർവതീദേവിയും മറ്റ് എല്ലാ ദേവതകളും ശിവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതീകമാണ് നാം ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നത്. രാത്രി ജാഗരണം ശിവരാത്രിക്ക് വളരെ പ്രധാനമാകുന്നത് ഇതുകൊണ്ടാണ്. ഈ കഥ, പാലാഴി മഥനം എന്ന കഥ നാം ഉപരിപ്ലവമായി വീക്ഷിക്കേണ്ട ഒന്നല്ല. സത്യത്തിൽ അതിലെ അന്തർഗതമായ വലിയൊരു സന്ദേശമുണ്ട്. പാലാഴി എന്നത് മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിലുള്ള സദ്ഗുണങ്ങൾ ദേവകളും തമോ ഗുണങ്ങൾ അസുരന്മാരുമാണ്. ഈ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടു കൂട്ടരെയും രണ്ടു ഭാഗത്തായി മാറ്റി നിർത്താനുള്ള കഴിവാണ് ഒരു മനുഷ്യൻ്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ഈ പാലാഴിയെ നമ്മിലെ അഹങ്കാരമാകുന്ന സർപ്പത്തെ അഥവാ വാസുകിയെ ഉപയോഗിച്ച് ശ്രദ്ധയാകുന്ന മന്ധരപർവ്വതത്തെ കടകോലാക്കി കടയണം. അഥവാ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് മനനം ചെയ്യണം. ഈ മഥനം തന്നെയാണ് യഥാർത്ഥത്തിൽ മനനം. ഈ പ്രക്രിയ തുടരുമ്പോൾ ഒരുപക്ഷെ ശ്രദ്ധയാകുന്ന മന്ധരപർവ്വതം മനസ്സിൽ താഴ്ന്നുപോയി മറ്റു ചിന്തകളിൽ അഭിരമിച്ചു പോയെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയെ അഥവാ മഹാവിഷ്ണുവിനെ കൂർമ്മമാക്കി ശ്രദ്ധയെ വീണ്ടും ഉയർത്തിയെടുക്കണം. പാലാഴി മഥനം തുടരണമെന്നർത്ഥം. മനസ്സ്, ബുദ്ധി, ബോധം എന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ആധുനിക ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ്, ഇൻ്റലക്റ്റ്, കോൺഷ്യസ്നെസ്. ഇതാണ് മനസ്സ്, ബുദ്ധി, ബോധം. ഇത് യഥാക്രമം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ തന്നെയാണ്. ഇങ്ങനെ നിരന്തരമായ കടയൽ പ്രക്രിയ കൊണ്ട് നമ്മുടെ ഉള്ളിലെ തിന്മയാകുന്ന ഹലാഹലം അല്ലെങ്കിൽ കാളകൂടം എന്നൊക്കെ പറയപ്പെടുന്ന വിഷത്തെ നമുക്ക് പുറന്തള്ളാൻ കഴിയും. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ ശിവൻ അത് സ്വീകരിക്കും. പകരം നമുക്ക് അമരത്വപ്രദമായ അമൃത് നൽകി അനുഗ്രഹിക്കും. ഇപ്രകാരമാണ് നാം പാലാഴി മഥനത്തെ
ആ കഥയെ നമ്മൾ ശരിക്കും കാണേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിലാവണം. ഇനി മഹാശിവരാത്രി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് പറയാം. പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ തലേന്ന് തന്നെ ഗൃഹവും അങ്കണവുമൊക്കെ വീടിൻ്റെ പരിസരവുമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തളിച്ച് ഗ്രഹശുദ്ധി വരുത്തണം. ശുദ്ധിവൃത്തി ഉള്ള സ്ഥലങ്ങളിലെ ദേവതകൾ അധിവസിക്കും, ദൈവാധീനമുണ്ടാകും. തലേന്ന് രാത്രി അരിയാഹാരം കഴിക്കാൻ പാടില്ല ഈ നോമ്പ് നോക്കുന്നവർ. പകരം പാലോ പഴങ്ങളോ മറ്റു ലഘുവായ ആഹാരങ്ങളോ ആകാം. രാത്രി അരിയാഹാരം പാടില്ല എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം അരിയാഹാരം, അത് ഉച്ചയ്ക്കാവാം അല്ലെങ്കിൽ രാവിലെ ആവാം, ഒരു നേരം മാത്രം അന്നം ഭക്ഷിക്കുക, അങ്ങനെ ഒരിക്കൽ നോക്കുക എന്ന് പറയും. അത് ശിവരാത്രിയുടെ തലേന്ന് ചെയ്യേണ്ട കാര്യമാണ്. ശിവരാത്രി ദിവസത്തിൽ വിധിച്ചിട്ടുള്ളത് പകൽ ഉപവാസമാണ്. പക്ഷേ അത് ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ മാത്രം നോക്കിയാൽ മതിയാവും. ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ മാത്രം ഉപവാസം നോൽക്കുക. ആധുനിക കാലത്ത് എല്ലാവരും പല വിധത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടവരും നിരന്തരമായി മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. അത് ശിവരാത്രിയാണെന്ന് കരുതി അവരുടെ ഔഷധം ഒഴിവാക്കുന്നതൊന്നും പ്രായോഗികമായി നോക്കുമ്പോൾ അത് അത്ര അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല, അത് ഉപദേശാർഹവുമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആരോഗ്യം അനുവദിക്കുന്നവർ ഉപവാസം നോൽക്കുക, അല്ലാത്തവർക്ക് ശിവരാത്രിയുടെ അന്ന് ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കാവുന്നതാണ്. അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം വാങ്ങി കഴിക്കുക, അതാണ് ഉത്തമം. ഒരു നേരം അരിയാഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ. വയർ നിറയെ ഭക്ഷണം വേണ്ട. ശിവരാത്രി വ്രതത്തിൽ രാത്രി ജാഗരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രാത്രിയോ പകലോ ഉറക്കം പാടില്ല. പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചെലവഴിക്കുന്നതാണ് ശിവരാത്രിയുടെ ദിവസം. അന്ന് അവധി ദിവസമാണ്. അന്ന് ശിവക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നതും സമയം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവരുണ്ടാവാം, വിദേശത്ത് താമസിക്കുന്നവർ, ക്ഷേത്ര സാമീപ്യമില്ലാത്തവർ, അങ്ങനെ പലവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവർക്കൊക്കെ മനസ്സിൽ ശിവസ്മരണയോടുകൂടി ഇരിക്കുക. വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശിവപുരാണം, ശിവസഹസ്രനാമം, ശിവൻ്റെ അഷ്ടോത്തര ശതനാമസ്തോത്രം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, വില്വാഷ്ടകം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഈ വർഷം വിശേഷിച്ചും എന്താ വെച്ചാൽ തിങ്കളാഴ്ചയും ശിവരാത്രിയും കൂടെ ഒരുമിച്ച് വരുന്ന പുണ്യദിനമായതിനാൽ ഈ സ്തോത്രങ്ങളൊക്കെ അന്ന് ജപിക്കുന്നതിന് ഇരട്ടി ഫലം ഉണ്ടാകും. വൈകുന്നേരം പൂർണ്ണ ഉപവാസം നോക്കുന്നവർ വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ ഇളനീര് വാങ്ങി കുടിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം നോക്കുന്നവർ അതുവരേക്കും ജലപാനം പോലും പാടില്ല എന്നാണ് പറയുക. അത് ആരോഗ്യസ്ഥിതിയുടെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പ്രമുഖ ശിവക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശിവരാത്രി ദിവസം വളരെ വിശേഷമായ പൂജകളൊക്കെ ഉണ്ടാവും. വൃഷഭവാഹനത്തിൽ പുറത്തെഴുന്നള്ളിക്കുക, സമൂഹ നാമജപം, യാമപൂജ, പ്രത്യേക അഭിഷേകങ്ങൾ മുതലായവയൊക്കെ ഉണ്ട്. ഇതിലെല്ലാം പങ്കെടുത്ത് ഈ അഭിഷേകം ഒക്കെ ഭഗവാന് ചെയ്യുന്നത് കണ്ടു തൊഴുന്നത് വളരെ പുണ്യമാണ്. ശിവപ്രീതികരമായ മഹാശിവരാത്രി വ്രതം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കുമൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.